എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ആവുന്ന സമയത്ത് നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും മൈൻഡ് മാപ്പ് അല്ലേ. അപ്പം മൈൻഡ് മാപ്പിൻ്റെ നിങ്ങൾ എങ്ങനെയാണത് റിവൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മിസ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മൈൻഡ് മാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യം ഇവിടെ കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിൽ ആദ്യം എന്താണ് പറയണത്, നമ്മുടെ ആ ഒരു DNA കുറിച്ചാണ് പറയുന്നത്. അതിൽ DNA സ്ട്രക്ചർ എന്താണ്, DNA പാക്കേജ് ചെയ്തിരിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ DNA ലൊക്കേഷൻ എന്താണ്, ഒരു ജീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ജീൻ എങ്ങനെയാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്, അതിൻ്റെ സ്റ്റെപ്സ്, അതായത് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ RNA എന്ന് പറയുമ്പോൾ നമുക്ക് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. അതിൽ ടൈപ്സ് ഓഫ് RNAs നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. നമ്മുടെ mRNA ഉണ്ട്, റൈബോസോമൽ RNA ഉണ്ട്, tRNA ഉണ്ട്. പിന്നെ നമ്മുടെ ക്രോമസോംസിൻ്റെ അകത്താണ് നമ്മുടെ DNA പാക്കേജ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ്, നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ്, എക്സ് ക്രോമസോം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു പാർട്ട് 2, ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ പാർട്ട് 2 ആണ് നമ്മുടെ മെൻഡലിൻ്റെ വേർഷൻ വരുന്നത്. അപ്പോൾ മെൻഡലാണ് നമ്മുടെ ഫാദർ ഓഫ് ജെനറ്റിക്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ക്രോസ്, ഒന്ന് മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ ഈ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ അതെന്തായാലും അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അതെങ്ങനെ ഇപ്പം അതിൻ്റെ കളർ മാറ്റിയിട്ടും ഹൈറ്റ് അതിൻ്റെ വേരിയേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പോലെ. പിന്നെ നമ്മുടെ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, അത് ഈ തവണ നിങ്ങളുടെ സിലബസ് മാറിയ സമയത്ത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു നമ്മുടെ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് മോണോ ഹൈബ്രിഡ് ക്രോസ്, അതുപോലെ തന്നെ ഈ ഒരു നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്, പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, ഈ ഏരിയാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ DNA പാക്കേജിങ്, DNA സ്ട്രക്ചർ, ഈ ഒരു സൊമാറ്റിക് ക്രോമസോംസ്, എക്സ് ക്രോമസോം, ടൈപ്സ് ഓഫ് RNA, ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു മ്യൂട്ടേഷനും അതുപോലെ തന്നെ ക്രോസിംഗ് ഓവറും. വേരിയേഷന് കാരണമായിട്ടുള്ള 2 പോയിന്റ്സ്, അതിൽ ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത്, മ്യൂട്ടേഷൻ എങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ പാത്ത് ഓഫ് എവല്യൂഷൻ. പാത്ത് ഓഫ് എവല്യൂഷനിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് എവല്യൂഷൻ്റെ ഒരു സെഷനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ന്യൂറോണിൻ്റെ ആ ഒരു സ്ട്രക്ചർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രെയിനിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, ബ്രെയിനിൻ്റെ സെക്ഷനും അതേപോലെ തന്നെ നെർവിൻ്റെ കണ്ടക്ഷൻ, സ്പൈനൽ കോഡിൻ്റെ സെക്ഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ നമ്മുടെ പാത്ത് ഓഫ് എവല്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർവിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ആ നാച്ചുറൽ സെലക്ഷനും തിയറിയും, പിന്നെ നമ്മുടെ ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആ ലൂക്ക, അതുപോലെ തന്നെ നമ്മുടെ MRCA, ആ ഒരു കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈപ്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഓർഗാനിസംസിലുള്ള നെർവസ് സിസ്റ്റം, പിന്നെ റിഫ്ലെക്സ് ആക്ഷൻ, ഈ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ആ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്കിൻ്റെ 2 സമയത്തും ഉണ്ടാവുന്ന ഡിഫറൻസസ് അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻ നോക്കുകയാണെങ്കിൽ ഐഡ് ഡയഗ്രാം മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ ഈ തവണ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കൂടാതെ ബൈപോളാർ സെൽ ലെയർ, പിന്നെ ഗാംഗ്ലിയോണിക് സെൽ ലെയർ. അതിൽ ബൈപോളാർ സെൽ ലെയറിൽ തന്നെ ഓൺ ആൻഡ് ഓഫ് സെൽസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതെങ്ങനെയാണ് ഡാർക്ക്നെസ്സും ലൈറ്റും പെർസീവ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് കോൺ സെൽസ് ഉണ്ട്. ആ 3 ടൈപ്പ് കോൺ സെൽസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കളർ വിഷൻ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങളാണ്. അതിൽ തന്നെ ഈ ലൈറ്റ് റെഗുലേഷനും പവർ ഓഫ് അക്കോമഡേഷനും, അതിൽ നമ്മുടെ ലൈറ്റ് റെഗുലേഷനിൽ സർക്കുലർ മസിൽസും റേഡിയൽ മസിൽസും എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്. പിന്നെ പവർ ഓഫ് അക്കോമഡേഷനിൽ ദൂരെയുള്ള വസ്തുവിനെയും അടുത്തുള്ള വസ്തുവിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സീലറി മസിൽസും ലിഗമെൻസിലും എന്ത് മാറ്റാനുണ്ടാവുന്നത്, ആ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇയറിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഇയറിൻ്റെ നിങ്ങൾ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കിതാ നമ്മുടെ ബോഡി ബാലൻസ് എങ്ങനെ അറ്റൈൻ ചെയ്യാം, അതിൻ്റെ ഫ്ലോ ചാർട്ട്, പിന്നെ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഡി ബാലൻസിൻ്റെ കാര്യത്തിൽ അവിടെ 2 ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജസ്റ്റ് വെസ്റ്റിബുലാർ കനാലിലെയും വെസ്റ്റിബ്യൂളിലെയും സെമി സർക്കുലർ കനാലിലെയും ഫ്ലൂയിഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് എന്താ പറയുക ബോഡി ബാലൻസിന് കാരണമാവുന്നതെന്ന് പറയാം. പക്ഷേ ഇപ്രാവശ്യം അത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. റൊട്ടേഷണൽ മൂവ്മെൻറ്റ് സെമി സർക്കുലർ കനാലിലുള്ള ഫ്ലൂയിഡും ലീനിയർ മൂവ്മെൻറ്റ് വെസ്റ്റിബ്യൂളിലുള്ള ഫ്ലൂയിഡും മൂവ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് 2 തവണ സാമ്പിൾ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റിൻ്റെയും അതേപോലെ തന്നെ സ്മെല്ലിൻ്റെയും ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഡിഫറെൻറ്റ് ഓർഗാനിസംസിൻ്റെ സെൻസ് ഓർഗൻസ്,
അത് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ കാര്യം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് ആദ്യം ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് അറിയില്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്, അതിൻ്റെ പൊസിഷൻസ്, അവർ ഏതൊക്കെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു, ജസ്റ്റ് ആ പേരുകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് മാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമുക്ക് ഓരോ ബാലൻസിങ് അതും ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഹോർമോൺസ് ആണ് ഓരോ ഗ്ലാൻഡും ഉണ്ടാക്കുന്നതെന്നുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ് ഒന്ന് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് ഡിഫക്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്ലാന്റ് ഹോർമോൺസ് വളരെ റീസെൻ്റ് ആയിട്ട്, ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്, വളരെ റീസെൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്ലാന്റ് ഹോർമോൺസ്. പിന്നെ നമ്മുടെ ഒരു എമർജൻസി കണ്ടീഷനിലാണ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എമർജൻസി കണ്ടീഷനിൽ ഏത് ഗ്ലാൻഡാണ് ഏത് ഹോർമോൺസ് ആണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഈ ഒരു എഡ്രീനൽ കോർട്ടെക്സിൻ്റെ ആൾക്കാരെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ ഹോർമോൺസിൻ്റെത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിതാ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ ചാപ്റ്ററിലേക്ക് വരുന്ന ഇതേപോലെ തന്നെ ഇതിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്ന കാര്യം അതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ വരുമ്പം ഇതൊരു വലിയ ചാപ്റ്ററാണ്. വലിയ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക ഇമ്മ്യൂണിറ്റിനെ കുറിച്ചുണ്ട്, അതുപോലെ തന്നെ ഡിസീസസിനെ കുറിച്ചുണ്ട്. ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അതുപോലെ തന്നെ വേംസ്, ഇവർ ഓരോരുത്തരുടെയും രണ്ട് ഡിസീസസ് വെച്ച് പഠിക്കാനുണ്ട്. ആ രണ്ട് ഡിസീസസിൽ തന്നെ ഈ ട്യൂബർക്കുലോസിസും റാറ്റ് ഫീവറും ഇമ്പോർട്ടൻ്റ് ആണ്, മലേറിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത അമീബിക് എൻസെഫലൈറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ചോദിക്കുന്ന ഒരാളാണ് നമ്മുടെ ഫൈലേറിയാസിസ് ചോദിക്കാറുണ്ട്. ഫംഗസിൻ്റെ ചിലപ്പോൾ വൺ വേർഡിനെ ഇവിടെ നമുക്ക് വരാറുള്ളൂ, അത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ ഡിഫൻസിൽ നമുക്ക് ഇമ്മ്യൂണിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫാഗോസൈറ്റോസിസ്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ബ്ലഡ് ക്ലോട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫീവറിൻ്റെ സമയത്ത് ഏത് കെമിക്കലാണ് ഉണ്ടാകുന്നത്, ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്, പൈറോജൻസ് ആണ്, ബ്രെയിൻ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൻ്റെ സമയത്ത് ഏത് കെമിക്കലാണ്, ഹിസ്റ്റമിൻ ആണ്, മുറിവുണ്ടായ ടിഷ്യൂസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബി ആൻഡ് ടി ലിംഫോസൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഫോർമേഷൻ എവിടെ, മെച്ചുറേഷൻ എവിടെ, എങ്ങനെയാണ് അവരുടെ ആക്ഷൻ. വാക്സിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഓക്കെ, യെസ് ബ്ലഡ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇവിടെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. യെസ് ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, യെസ് ഇവിടെ കാണുന്നില്ല, പക്ഷേ ബ്ലഡ് ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. പിന്നെ അത് അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻറ്റിബയോട്ടിക്സ് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ മക്കളെ ക്യാൻസർ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. ക്യാൻസർ എപ്പോഴാണ് ഉണ്ടാകുന്നത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മുടെ അത് എന്താ പറയുക നമ്മൾ അതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. പിന്നെ ജനറ്റിക് ഡിസീസസ് ഈ രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെക്കുക. പിക്ചർ സഹിതം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ബയോളജി ആൻഡ് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഫ്ലോ ചാർട്ടുകളുണ്ട്. ഒന്ന് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, ക്രിസ്പർ Cas9 ടെക്നോളജിയുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പിയുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്ന ഭാഗം അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതെന്താണ് ആ ഒരു DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ്, അതേപോലെ തന്നെ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ അഡീഷണൽ ടെക്നോളജി വൈസ് നമുക്ക് എന്താണ് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ നമ്മൾ എങ്ങനെ സഹായിക്കുന്നു, ആ ബയോ റെമഡിയേഷൻ, ക്രയോ പ്രിസർവേഷൻ, പിന്നെ നമ്മുടെ എന്താ പറയുക ട്രാക്കിംഗ് സെൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ആ 4 പോയിന്റ്സും അവരെക്കുറിച്ച് കുറച്ച് എഴുതാനും നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു മൈൻഡ് മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF എൻ്റെ കുട്ടിയൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ മക്കളെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ, അതായത് ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് നമ്മുടെ SSLCൻ്റെ ലൈവ് നടക്കാൻ വേണ്ടി പോകുന്നത്. നാളെ രാവിലെ 5 മണിക്ക് മോർണിംഗ് ബൂസ്റ്ററും ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന ലൈവുകളും നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണാം, അടിപൊളിയായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ SSLC ചാനലിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്, തകർത്ത് എഴുതാം.